പലതിൻ്റെയും പല രീതിയിലാണ് കുക്കിങ്ങും അതുപോലെ തന്നെ പൾപ്പിങ്ങും. This is Candy, this is Sherry, and my name is Zuzana. I'm a co-founder of Malai Biomaterial. ഇതാണ് വാഴനാര്. ഈ വാഴനാര് നിങ്ങൾ ഈ എടുക്കുന്നത് ഇതേപോലെ ഇവിടെ തന്നെയുള്ള വാഴനാര് ഉണക്കി എടുക്കുകയാണ് ഇത് ചെയ്യുന്നത്? അല്ലല്ല. F0 ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന വാഴയൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കുലച്ച് വെട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കി വരുന്ന ഭാഗമൊക്കെ വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. തേങ്ങാ വെള്ളവും അതേപോലെ തന്നെ ഇതിന്റെ വാഴനാരും വെച്ചിട്ട് ബാഗ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. മലായ് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത്. ഈ കമ്പനി വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്ക് അടുത്തായിട്ട് പാണാവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതും വിദേശത്ത് നിന്ന് നമ്മളെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള സൂസന്ന എന്ന് പറയുന്ന ഒരു സംരംഭകയാണ്. ഒരു പുതു സംരംഭം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഇവിടെ ഞാൻ വരാൻ കാരണം കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷനെ കുറിച്ച് ഒത്തിരി പേർക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ആശയം ഉണ്ടെങ്കിൽ ആ ഒരു ആശയത്തെ നല്ലൊരു പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റാൻ, അല്ലെങ്കിൽ നല്ലൊരു സംരംഭമായിട്ട് അതിനെ മാറ്റാൻ ഒക്കെയുള്ള സപ്പോർട്ടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ടതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ ഫാബ് ലാബ്, സൂപ്പർ ഫാബ് ലാബ് എന്ന് പറയുന്നത്. ഒത്തിരി മെഷീനറീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, വളരെ ചെറിയ ചെലവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി മെഷീനറീസ് ആണ് ഈ പറയുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷനുള്ള ഫാബ് ലാബിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. നേരെ മലായ് കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. മലായ് കമ്പനിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. കമ്പനിയുടെ പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള സിന്ധു ചേച്ചി എന്റെ മുന്നിലുള്ള. സിന്ധു ചേച്ചി നമസ്കാരം. നമസ്കാരം. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ലോകത്ത് തന്നെ ആദ്യം എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ. ഒരു വാഴനാര് വെച്ചിട്ട് നമുക്ക് ഒരു ബാഗും അതേപോലെ തന്നെ ക്യാപ്പുകളൊക്കെ ചെയ്തെടുക്കാന്ന് പറയുന്നത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് അറിഞ്ഞിട്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്താണ് ഇത്, എങ്ങനെയാണ് പ്രോസസിങ് പരിപാടിയൊക്കെ ചെയ്തെടുക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ഉപയോഗിക്കുന്ന വാഴനാര് മാത്രമാണോ ഇതിനു വേണ്ടി റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് വാഴനാരുണ്ട്, അതിന്റെ കൂടെ 1-2 ഫൈബറും കൂടെ ഉണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് എടുക്കുന്നത് വാഴനാര്. അതാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. അതെ, ഇതാണ് വാഴനാര്. ഈ വാഴനാര് നിങ്ങൾ ഈ എടുക്കുന്നത് ഇതേപോലെ നിങ്ങൾ ഇവിടെ തന്നെയുള്ള വാഴനാര് ഉണക്കി എടുക്കുകയാണ് ഇത് ചെയ്യുന്നത്? അല്ലല്ല, ഇത് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുത്തുന്ന വാഴനാരാണ്. നോർത്ത് ഇന്ത്യയിൽ നമ്മളെ കേരളത്തിൽ നിന്ന് വാഴനാരില്ലേ? കേരളത്തിൽ നമുക്ക് വേണ്ട ഇത് നമ്മളിവിടെ വേണ്ടത് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇത് സാധാരണ നമുക്ക് പുറത്തുനിന്ന് വരുമ്പോഴേ ഈ ക്വാളിറ്റി കിട്ടത്തുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പൊ ക്വാളിറ്റിക്ക് അതൊക്കെ നോക്കണം. ഇവിടുത്തെ കേരളത്തിലുള്ള വാഴനാര് നോക്കിയോ നിങ്ങൾ ഇതിന് ഉപയോഗിക്കാൻ പറ്റുമോ? നോക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് അതിന്റെ സ്ട്രെങ്ത് ആണോ പ്രശ്നം? സ്ട്രെങ്ത് പ്രശ്നമുണ്ട്. അതിപ്പോ ഇവര് ഇത് പ്രോസസ് ചെയ്തെടുക്കുന്ന സംഗതിയാണ്. ഇതിപ്പോ ഇതിന്റെ പൾപ്പൊക്കെ മാറ്റിയെടുക്കുന്നതാണ്. ജസ്റ്റ് ഉണക്കിയിട്ട് തരുന്നതല്ല. അത് ഓൾറെഡി അവരന്ന് പ്രോസസ് ചെയ്ത് ഉണക്കി ആ വെയിറ്റ് ഒക്കെ കുറച്ചിട്ടാണ് കിട്ടുന്നത്. നമുക്ക് നാര് കൂടുതലുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. തൊട്ടടുത്തുള്ളത് ഇത് സൈസൽ എന്ന് പറയും. സൈസൽ കൈതയുടെ വർഗത്തിൽപ്പെട്ടതാണ് ഇത്. ഇതൊരു ഫൈബർ ടൈപ്പ് ഇത് നാരാണ്. നല്ലൊരു ഫൈബർ, ചകിരി നാര് പോലെ കിടക്കുന്നുണ്ട്. പക്ഷെ നല്ല നീളത്തിലാണ് ഇത് വരുന്നത് അല്ലേ? നീളത്തിലാണ്. ഓക്കെ, പിന്നെ അടുത്ത ഇതെന്താണ് വരുന്നത്? ഹെമ്പ്. ഇതൊരു പുല്ലുവർഗം തന്നെയാണ്. ഓക്കെ, ഇത് മൂന്നാണ് ഇതിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് കൊണ്ടുവന്നതിന് ശേഷം എന്താ ചെയ്യുന്നത്? ഇവിടെ ഫൈബർ ഇവിടെ കൊണ്ടുവന്നിട്ട് അതൊരു പ്രത്യേക നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കും വേണോ? ഇത് നീളത്തിലല്ല ഇത് ഉപയോഗിക്കുന്നത്? അല്ലല്ല, ഇത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കും. ശരി, പ്രത്യേക കുക്കിംഗ് ഉണ്ട്. കുക്ക് ചെയ്ത് ഇത് പിന്നെ വാഷ് ചെയ്തെടുക്കും. 2-3 പ്രാവശ്യം നല്ലപോലെ വാഷ് ചെയ്ത് അതിന്റെ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട്. എന്നിട്ട് നേരെ നമ്മൾ പൾപ്പിംഗ് മെഷീൻ ഉണ്ട്. പൾപ്പ് മെഷീൻ ഇത് ഞങ്ങൾക്ക് വേണ്ട ഒരു നീളമുണ്ട് ഫൈബറിന്റെ. ആ ഒരു ഇതിൽ നമ്മളത് പൾപ്പ് ചെയ്തെടുക്കും. അല്ല, ഈ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ പൾപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ 3 ടൈപ്പ് മെറ്റീരിയൽ നമ്മളിപ്പോ പറഞ്ഞത് റോ മെറ്റീരിയൽ, ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്, ഒന്നിച്ചിട്ടാണ് പൾപ്പ് ചെയ്തൊക്കെ എടുക്കുന്നത്? അല്ല, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫൈബറും ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ഓരോന്നായിട്ട് കുക്ക് ചെയ്ത് ഓരോ രീതിയിൽ പൾപ്പ് ചെയ്തെടുക്കണം. പലതിൻ്റെയും പല രീതിയിലാണ് കുക്കിങ്ങും അതുപോലെ തന്നെ പൾപ്പിങ്ങും. പൾപ്പ് ചെയ്തതിന് ശേഷം ഇത് സ്ട്രെയിൻ ചെയ്തെടുത്ത് നമ്മൾ അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട്, വെള്ളം കളഞ്ഞ പൾപ്പ് മാത്രമായിട്ട് എടുത്തിട്ട് ഡ്രമ്മിൽ കൊണ്ടുവന്നിട്ട് വെള്ളം നിറച്ച് നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം നിറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ഓരോ ഡ്രമ്മിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്? അതെ, ഓരോ പൾപ്പ് ഓരോ ഡ്രമ്മിലേക്ക് എടുക്കും. ഇത് 3 എടുത്ത് മിക്സ് ചെയ്യാണ്. എന്നിട്ട് കളർ ചെയ്യും. കളർ ചെയ്തിട്ട് നേരെ നമ്മൾ മിക്സറിലേക്ക് ഇടും. മിക്സ് ചെയ്യാനുള്ള ഒരു സെക്കൻഡ്, കളർ ചെയ്യുന്ന കളർ തന്നെ നമ്മൾ നാച്ചുറൽ കളർ തന്നെ മതിയില്ലേ? അതിന്റെ കൂടെ കളറും കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നാച്ചുറൽ കളർ അത് ഒരു കളറാണ്. അതുകൂടാതെ 9 നമുക്ക് ടോട്ടൽ 9 കളറുണ്ട്. ഇതെല്ലാം നാച്ചുറൽ ഡൈസ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. കളേഴ്സും നാച്ചുറൽ ആണ്. അതെ, കളർ കൊടുത്തതിന് ശേഷം നാട്ടയായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു മിക്സർ മെഷീൻ ഉണ്ട്. അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നാട്ട, അതിന്റെ ഇടയിൽ നാട്ട എന്താ സംഭവം വരുന്നത്? നാട്ട തേങ്ങാവെള്ളത്തിൽ നിന്നുണ്ടാക്കുന്നത് നാട്ട. തേങ്ങാവെള്ളമാണ് അത്. ശരിക്കും അത് തേങ്ങാവെള്ളം തന്നെയാണ്. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് നാട്ടയും കൂടി വരുന്നത്. ഓക്കെ, അടിപൊളി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ മിക്സ് ചെയ്ത് അതിന് പ്രത്യേകമായിട്ട് ഒരു സമയമൊക്കെ ഉണ്ടാവും അല്ലെ? ഇത്ര ടൈം കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം
എടുക്കുന്നൊക്കെ ടൈം ഒക്കെ ഉണ്ടോ? ഓക്കെ, മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് ഷീറ്റ് ഫോർമറിലേക്ക് ഇട്ട് ഷീറ്റ് ഫോം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓ, ഇവിടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഷീറ്റിന്റെ രൂപത്തിലേക്ക് വന്നു അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഈ ഷീറ്റ് ഫോർമറിലേക്ക് ഇടും. പിന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുക്കും. അത് ആ വെള്ളം തീർത്തും കളഞ്ഞെടുത്തിട്ട് നേരെ സൂര്യപ്രകാശത്ത് കൊണ്ടുവച്ചിട്ട് ഉണക്കിയെടുക്കുക ചെയ്യണത്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ ഇത് ചെയ്തെടുക്കുന്നത്, ഇവിടെ എടുക്കുന്ന ഓരോ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഓർഡറിനനുസരിച്ച് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് വെക്കും? ഇവിടെ കൂടുതലായിട്ട് ചെയ്ത് വെക്കാറില്ല, ഞങ്ങൾക്ക് ഓർഡർ എപ്പോഴും ഉണ്ട്. അപ്പൊ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്താലേ ഓർഡറൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഓർഡർ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് സ്റ്റോക്ക് വയ്ക്കാനുള്ള ആ ഒരു സമയം കിട്ടണില്ല, വരുമ്പോഴേ അത് എങ്ങനെയെങ്കിലും ചെലവാകും, തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഡക്റ്റിന്റെ മാർക്കറ്റിംഗ് എവിടെയൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൂടുതലും എക്സ്പോർട്ടിംഗ് ആണ്. പിന്നെ നോർത്ത് ഇന്ത്യന്ന് കുറെ ഓർഡേഴ്സ് ഉണ്ട്. എന്തൊക്കെ പ്രോഡക്റ്റ് ഇതിനെക്കൊണ്ട് ചെയ്തെടുക്കുന്നത്? ഇതുകൊണ്ട് ബാഗ്, എല്ലാ തരത്തിലുള്ള ബാഗും, പിന്നെ വാച്ചിന്റെ സ്ട്രാപ്പ്, ബെൽറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ? പിന്നെ ചെരുപ്പിന്റെ വള്ളി, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് നമ്മള് ലെതർ കൊണ്ട് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ചെയ്യാം. കേരളത്തിൽ ഈ പ്രോഡക്റ്റ് എങ്ങനെ നന്നായിട്ട് ഈ മെറ്റീരിയൽ പോകുന്നുണ്ടോ? കേരളത്തിൽ നിന്ന് അധികം കസ്റ്റമേഴ്സ് ഇല്ല ഞങ്ങൾക്ക്, പക്ഷെ ആൾക്കാർ എൻക്വയറി വരുന്നുണ്ട്. ഈ കുറച്ച് നാളായിട്ട് നല്ല എൻക്വയറി ഉണ്ട്, അന്വേഷിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെ ഇതിനുണ്ട്, എങ്ങനെ ബാഗ് ഉണ്ടാക്കാം, ഇത് എങ്ങനെയാണ് ഈ ഉപയോഗിക്കണം ബാഗിന്, ഇത് എന്ത് സോഫ്റ്റ് ആണെന്ന്, അങ്ങനെയൊക്കെ ഇത് എന്തുകൊണ്ടാണ്, ഇത് എത്ര നാൾ നിൽക്കും. നമ്മുടെ കേരളത്തില് ശരിക്കും ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. കേരളത്തിൽ അറിയുന്നവരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, പിന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ. ഓക്കെ, അതേപോലെ തന്നെ ഇത് നമുക്ക് മണ്ണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിക്കുകയല്ല, മണ്ണിന് ദോഷമുണ്ടോ? ഇല്ല, മണ്ണിനൊരു ദോഷമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഡീകമ്പോസ് ആയിപ്പോ, കാരണം ഇതിൽ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല അല്ലേ? നാച്ചുറൽ ഫൈബേഴ്സ് ആണല്ലോ, എല്ലാം നാച്ചുറൽ തിങ്സ് ആണ്. പൊതുവെ എങ്ങനെ സൂസന്ന ഇംഗ്ലീഷ് മാത്രമാണോ സംസാരിക്കുക, മലയാളമൊക്കെ സംസാരിക്കുക? നിങ്ങളുമായിട്ടുള്ള മിംഗ്ലിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? സംസാരിക്കുന്ന ഇംഗ്ലീഷാണ്, പക്ഷെ ആള് നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ മലയാളം ചെറുതായിട്ടൊക്കെ മനസ്സിലാകും, എന്നിരുന്നാലും സംസാരിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു സ്റ്റാഫ് മാനേജ്മെന്റ് അങ്ങനെ ഒരു തിരിവില്ല, അല്ല ഞങ്ങളൊരു ടീമാണ്, ഒരു ടീം വർക്കാണ് ഇവിടെ നടക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സപ്പോർട്ട് ഉണ്ട് ഞങ്ങൾക്ക്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു തുടക്ക സമയത്താണോ, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടോ? തുടക്ക സമയത്ത് ഞങ്ങൾക്ക് ഗ്രാന്റ് കിട്ടിയായിരുന്നു. പിന്നെ ഇപ്പോഴും ഞങ്ങൾ ലേസർ കട്ടിങ്ങിനൊക്കെ, ഷീറ്റിന്റെ ലേസർ കട്ടിങ്ങിനൊക്കെ പോകുന്ന ഫാബ് ലാബിലാണ്. ഫാബ് ലാബിന്റെ മെഷീൻ നിങ്ങൾ അതിനൊക്കെ യൂസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ആ സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള ഇന്നോവേറ്റീവ് ഒരു പ്രൊഡക്റ്റിലേക്ക് വരുന്ന സമയത്തുള്ള ആ ഒരു ഗ്രാന്റ് കാര്യങ്ങൾ സപ്പോർട്ട് അത് വേറെ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പം നല്ല രീതിയിലുള്ള മെഷീൻസ് യൂസ് ചെയ്യാനുള്ള സപ്പോർട്ട് കാരണം ഒത്തിരി മെഷീൻസ് ഉള്ള ഒരു മേഖല തന്നെയാണ് ശരിക്കും ഈ പറയുന്ന സൂപ്പർ ഫാബ് ലാബ്. നമുക്ക് കേരളത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫാബ് ലാബ് എന്ന് പറയുന്നത്. Hello, we are here today representing Team Malai. This is Candy, this is Sherry, and my name is Zuzana. I'm a co-founder of Malai Biomaterials. We are a startup based in Kochi and in Arur, which is nearby, and we specialize in research, development and manufacturing of novel biocomposite materials. Now this might sound a little technical, but actually what we are doing is we are taking the best what nature offers us and converting it into value-added materials and products that are safe for the environment and safe for the people who use them and who make them. Our primary raw material is water from mature coconuts, which happens to be waste at most of the coconut processing units. This happens to be favorite food of certain bacteria that we work with that produces our primary raw material for us. We also work with a blend of natural fibers from banana stem, from hemp and from sisal. And we've been working as a company for past, I think, almost 5 years, right? We incorporated in 2018 and at the beginning it was me and our co-founder Susmit. We started this as a research project. Actually, it was kind of an organic and loose continuation of my master's project that I started in London at Central St. Martin's. And I was primarily interested in exploring the potential of bacterial cellulose for making materials of the future, materials that are environmentally friendly, materials that are plant-based, that don't harm the nature at any stage of the life. So what we do is we try to experiment with different concepts within circular economy and see how that fits in the world around us. സൂസാന ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 5 years ആയി. ശരിക്കും ഇന്ത്യയിൽ വന്നത്
ഗോദ്രേജിൽ തന്നെ ഒരു കമ്പനിയിൽ ഗോദ്രേജിലൊരു പ്രോജക്റ്റ് ചെയ്യാൻ വന്നതാണ്. പിന്നെ അവിടെ വന്നപ്പോൾ വേറൊരു നമ്മൾ 2 ഫൗണ്ടേഴ്സാണ് മലായിക്കുള്ളത്, സുസാനയും സുസ്മിത്ത് കോട്ടയത്തു നിന്നാണ്. അവർ രണ്ടുപേരും അവിടെ ഗോദ്രേജ് വെച്ച് ആ പ്രോജക്റ്റിൽ പരിചയപ്പെട്ടപ്പോൾ സുസാന ഓൾറെഡി മെറ്റീരിയൽ ഡിസൈൻ സ്റ്റുഡൻ്റാണ്, ലണ്ടനിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ വെച്ച് സുസാനക്ക് അപ്പോഴും ഇതിലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കോക്കനട്ട് ഉള്ളതും വെള്ളമൊക്കെ ഉള്ളത് അവർ അറിഞ്ഞ് സുസാന പിന്നീട് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു. പിന്നെ അങ്ങനെ ഗോദ്രേജ് വിട്ടു, കേരളത്തിലോട്ട് വന്നിട്ട് ചേർത്തലയിൽ തന്നെ ഒരു സ്മോൾ യൂണിറ്റൊക്കെ നിന്ന് അവിടെ നിന്ന് പിന്നീടുള്ള റിസർച്ച് മൊത്തം ചേർത്തലയിൽ നിന്നായിരുന്നു. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ സോഴ്സ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മലായ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമായിട്ടുള്ളൂ. So these are some of the products that we make out of our materials. You can see they are mostly fashion accessories. We have our own brand which is called Malai Studio. These products are designed and prototyped here in Fort Kochi, and we produce them in collaboration with manufacturers or artisans in South India. Apart from our own brand, we also work with a lot of manufacturers of footwear and accessories. Sometimes what we do is we help them develop prototypes because this is completely new material and it takes time and effort for them to understand it and use it correctly. We can make, products that are just like any other products that will be made from animal leather. I think the closest comparison of our materials would be to vegetable tanned leather, which is quite widespread here in India. This is a product that we actually prototyped with the help of FabLab Kerala. At their prototyping facilities, we use laser cutting machines, zund machines, and guys over there help us sort out actually quite a lot of technical problems when it comes to cutting the material. See, this pattern allows it to basically expand and gain flexibility. This is a product that was launched at Mumbai Fashion Week in 2020. So this is a cap. You can see it's still a prototype. Our materials are quite special that they have quite a lot of shape memory, so they can hold shape really nicely. We don't have to stuff them or reinforce them. This is a prototype we developed for Malabarikos collection, which we presented at the Lakme Fashion Week in Mumbai in 2020 as winners of Circular Design Challenge contest. And we do products which are unisex in nature, but sometimes we have specific products for men, women. ഈ ഒരു കാണുന്ന വാഴനാരിൽ നിന്ന് ഇതേപോലുള്ള ഒരു ബാഗിലേക്ക് അല്ലെങ്കിൽ ക്യാപ്പിലേക്ക് ഇങ്ങനെയുള്ള ഓരോ പ്രോഡക്റ്റിലേക്ക് മാറണമെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് രീതി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇന്നോവേഷൻ തന്നെയാണ് ഇവിടെ മലൈ ഗ്രൂപ്പ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ചെയ്ത് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് പല കൺഫ്യൂഷൻസും നമുക്ക് ഉണ്ടാവും. ഇത് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള കുറേ കൺഫ്യൂഷൻസും ടെൻഷൻസും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ ചെയ്തു വരും അല്ലേ. അവിടെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ടീം തന്നെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഫാബ് ലാബ് എന്ന് പറയുന്ന സൂപ്പർ ഫാബ് ലാബ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മളെ മുന്നിലേക്ക് തരുന്നത്. അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മലൈ കമ്പനിയുടെ നമ്പർ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. അതേപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നമ്പറും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.